രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ ശീലങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരണം. നിലമ്പൂരിൽ ഇപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നിരിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, രണ്ട് വായനക്കാർ തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാണ്. വിപുലമായ പുസ്തക ശേഖരത്തിന് ഉടമകളാണ് LDF സ്ഥാനാർത്ഥിയായ M സ്വരാജും UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തും. നമുക്ക് ആദ്യം M സ്വരാജിന്റെ പുസ്തക ശേഖരം ഒന്ന് കണ്ടുവരാം. ഞാനിപ്പോൾ നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ അച്ഛൻ മുരളീധരൻ നായർ എന്നോടൊപ്പം ഉണ്ട്. മകൻ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല. നേരത്തെ ഞങ്ങളുടെ നാട് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് MLA ആയത്. അതിനുശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുന്നു. നല്ല കാര്യം. ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ അത് താല്പര്യം. അത് നിങ്ങൾക്ക് പോന്ന പോക്കി പലരോടെയും കണ്ടു കഴിഞ്ഞ് അവരോട് ചോദിച്ചാൽ അറിയും. എല്ലാവർക്കും ഇഷ്ടമാണ്. പുള്ളിയുടെ ഹോബികൾ, പുള്ളിയുടെ വായനാശീലം, പുള്ളിയുടെ ജീവിത രീതി വായനയാണ് ഏറ്റവും കൂടുതൽ. നിരവധി പുസ്തകങ്ങൾ, നോവലുകൾ എല്ലാം ഉണ്ടല്ലോ. ഇത് എത്ര വർഷത്തെ കളക്ഷൻ? അത് അങ്ങനെ പറയാൻ കഴിയില്ല. അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലുള്ള. ഇതെല്ലാം പുള്ളി അറേഞ്ച് ചെയ്തതാ? എല്ലാം പുള്ളി അറേഞ്ച് ചെയ്തതാണ്. ഇടയ്ക്ക് ഇവിടെ വന്ന് വായനയിൽ മുഴുകും? ഇതിനകത്ത് കയറി കസേരയിട്ടിരുന്ന് വായിക്കും. ടി പരമരാമൻ്റെ രാഷ്ട്രീയ കഥകൾ മുതൽ പ്രണയമുണ്ട്, മലയാറ്റൂരിൻ്റെ യന്ത്രം, നിരൂപണം, സിനിമയുണ്ട്. സ്മരണിക, ബൈബിള് പുതിയതും പഴയതുമുണ്ട്. മലയാള സിനിമ ഫുള്ളുണ്ട്. ചങ്ങമ്പുഴ കവിതകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. ലാവലിൻ ഗൂഢാലോചനയുടെ ചൊല്ലടിയുമ്പോൾ രാജേന്ദ്രൻ, മുണ്ടശ്ശേരിയുടെ കൃതികളെല്ലാം ഉണ്ട്. എന്ത് മനോഹരമായ ശേഖരമല്ലേ? രാഷ്ട്രീയം, നോവല്, ചെറുകഥ, ശാസ്ത്രം, സാഹിത്യം, അങ്ങനെ പോകുന്ന സ്വരാജിന്റെ പുസ്തക കളക്ഷൻ. ഇനി നമുക്ക് നേരെ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് പോകാം. ദേശീയ അവാർഡ് നേടിയ തിരക്കഥാകൃത്ത് കൂടിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ വീടിന്റെ മുകൾ നിലയിലാണ് ലൈബ്രറി ക്രമീകരിച്ചിരിക്കുന്നത്. ഏത് തിരക്കിനിടയിലും വായനയ്ക്കായി ഷൗക്കത്ത് സമയം നീക്കിവെക്കാറുണ്ടെന്നാണ് ഭാര്യ പറയുന്നത്. സിനിമാ നിർമ്മാതാവും ദേശീയ അവാർഡ് നേടിയ തിരക്കഥാകൃത്തുമൊക്കെയായ ആര്യാടൻ ഷൗക്കത്തിനുമുണ്ട് വിപുലമായ പുസ്തക ശേഖരം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്ന ലൈബ്രറിയാണിത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസ് ഇപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. വിപുലമായ പുസ്തക ശേഖരം. ഇത് ആര്യാടൻ മുഹമ്മദിൻ്റെയാണോ ആര്യാടൻ ഷൗക്കത്തിൻ്റെയാണോ? രണ്ടുപേരുടെ ഉണ്ട്. കൂടുതലും ഷൗക്കത്തിൻ്റെ തന്നെയാണ്. ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ദേശീയ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. സിനിമാ നിർമ്മാതാവായിരുന്നു. എങ്ങനെയായിരുന്നു ഇവിടെ ഈ തിരക്കിനിടയിലും ഇത് പുസ്തക വായനയ്ക്കൊക്കെയുള്ള സമയം കിട്ടുമോ? രാത്രി വൈകി വന്നാലും എന്തെങ്കിലും ഇരുന്നിട്ട് വായിക്കും. പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു. അതെങ്ങനെയായിരുന്നു ആ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു കാലയളവ് ഓർക്കുന്നുണ്ടോ? അതിനൊന്നും പിന്നെ വായനയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഇവിടെ വരുന്ന അനുഭവങ്ങളും ഇവിടെ വരുന്ന സ്ത്രീകളും അങ്ങനെയായിട്ടുണ്ട്. ബിജു പങ്കുചേരുന്നുണ്ട് തത്സമയം. അപ്പോൾ രാഷ്ട്രീയ ചൂട് അങ്ങനെ മുറുകുകയാണ് നിലമ്പൂരിൽ. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കാഴ്ച കാണുമ്പോൾ വളരെ മനോഹരം. എല്ലാ കാര്യത്തിലും, അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും രണ്ടുപേരുടെയും തട്ട് ഒരുപോലെ താണിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, ശീലങ്ങൾ എന്താണ്, ഹോബി എന്താണ് എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരണം. അപ്പോൾ രണ്ടുപേരുടെയും പ്രധാന ഹോബി എന്ന് പറയുന്നത് വായനയാണ്. എനിക്കിത് കണ്ടപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്, നമ്മളൊക്കെ ഒരു വീഡിയോ വയ്ക്കുമ്പോൾ കാർ പോർച്ചിന് കുറച്ച് സ്ഥലം, അടുക്കളയ്ക്ക് കുറച്ച് സ്ഥലം, 2 റൂമിന് കുറച്ച് സ്ഥലം, അങ്ങനെയൊക്കെയാണ് മാറ്റി വയ്ക്കാറുള്ളത്. പക്ഷെ ഇവർ രണ്ടുപേരും അതേ വീട്ടിലെ ലൈബ്രറിക്കായി ഒരു പ്രത്യേക സ്ഥലം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതെന്തായാലും മനോഹരമായിട്ടുണ്ട്. തീർച്ചയായും ഹിമ, ഞാൻ ശരിക്കും കോട്ടയം ജില്ലക്കാരനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. മലബാറിൽ ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് മലബാറിൽ ഇങ്ങനെയൊരു ഇലക്ഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ നേതാക്കളുടെ ഒരു ജീവിത രീതിയും അതുപോലെ അവരുടെ ഒരു ജീവിത ശൈലിയൊക്കെ എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഇത്തരം രസകരമായ അവരുടെ ജീവിത ചര്യകളൊക്കെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമ്പോൾ ഒരു സുഖം വേറെയാണ്. പ്രത്യേകിച്ച് സ്വരാജിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ സ്വരാജ് തൃപ്പൂണിത്തുറ മത്സരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ വായന, അദ്ദേഹത്തിൻ്റെ അറിവ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസാര രീതികൾ കാണുമ്പോൾ നല്ലൊരു വായനയുള്ളതായിട്ട് നമുക്ക് തോന്നും.
അതുതന്നെയാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴൊക്കെ നമുക്കറിയാൻ കഴിയുക. ഒരു വിശാലമായ ലൈബ്രറി ഒരു പല രാഷ്ട്രീയക്കാർക്കും ഇപ്പം അന്യമാകുകയാണല്ലോ. പുതിയ തലമുറയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരും അന്യം നിന്ന് പോകുന്നില്ല എന്നുള്ളതൊരു പ്രധാന കാരണമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമറ കളക്ഷൻസൊക്കെ രസകരമായ സംഭവമാണ്. മറിച്ച് ഇപ്പോഴത്തെ വരുമ്പോഴും പാടമൊന്ന് വിലാപം പോലുള്ള സിനിമ എടുത്ത, അതായത് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ അവർ നേരിടേണ്ടി വരുന്ന, സമുദായത്തിനുണ്ടല്ല അവർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ തുറന്നു പറഞ്ഞ ആ സിനിമയുടെ തിരക്കഥയും ഒക്കെ എഴുതിയ നിർമ്മാതാവും ഒക്കെയായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലെ സ്ഥിതി മറിച്ചല്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വിശാലമായൊരു ലൈബ്രറി. അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെയും കൂടിയാണ് പുസ്തകശേഖരം. പക്ഷെ അങ്ങനെയൊക്കെ അവരൊക്കെ ഇങ്ങനെ വായനക്കാരാകുമ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ സമയം കിട്ടുക എന്നുള്ളത്. പക്ഷേ രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഒക്കെ ഇരുന്നാണ് അവർ വായന നടത്തുന്നത്. ഞാൻ നേരത്തെ പോലെ തന്നെ നമ്മുടെ മാതൃഭൂമി ന്യൂസ് പുറത്തിറക്കിയ ആർത്രേകം എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകത്തെക്കുറിച്ച് വി ഡി സതീശൻ എഴുതിയൊരു കുറിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇത് വായിക്കാൻ സമയം കിട്ടുക? നമ്മളെപ്പോലുള്ളവർക്കൊന്നും തുറന്നു നോക്കാൻ സമയം പലപ്പോഴും കിട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നത് അതിന് ഒരു പ്രത്യേകമായ സമയം കണ്ടെത്തി രാത്രി ഇരുന്ന് വായിക്കും, യാത്രകൾ വായിക്കും. അങ്ങനെ വായന ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന സമയത്ത് വായന അന്യം നിൽക്കാത്ത കുറേ രാഷ്ട്രീയ നേതാക്കൾ, അത് സ്വരാജിനെ പോലെയും അതുപോലെ ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ളവർ ഒരു തലമുറ ഉള്ളത് നമുക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറ പുസ്തകങ്ങളിൽ നിന്ന് അകലുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റിപ്പോർട്ടുകളും ഇന്ന് കൊടുത്തപ്പോൾ രാവിലെ മുതൽ തന്നെ ഒരുപാട് നല്ല മെസ്സേജുകൾ അതിൻ്റെ യൂട്യൂബിലൊക്കെ അതിൻ്റെ കമൻറ്റുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ പോസിറ്റീവായ കാര്യമാണ്. അങ്ങനെ ഈ രാഷ്ട്രീയ ചൂടിനിടയിലും ഇത്തരം പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ചും മലബാറിൽ വർക്ക് ചെയ്യാത്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പം അത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ, മനോഹരമായ ഒരു ലൈബ്രറിയുടെ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചത്.